ഭക്തജനങ്ങളെ, ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ഇന്ന് ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള ശ്രീ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഇവിടെയാണ് മഹാഗണപതി വസിക്കുന്ന സ്ഥാനം. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ഗണപതി ക്ഷേത്രം ഇരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു അരിയാൽ മരം കാണാം. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് 2 എപ്പിസോഡായിട്ട് കാണേണ്ടതായി വരും. കാരണം ഇവിടെ മേൽശാന്തിയും ഇവിടുത്തെ ക്ഷേത്രത്തിലെ തന്ത്രിയും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും പറയുന്നുണ്ട്. അത് ഒരു വീഡിയോയിൽ നമുക്ക് ഒരിക്കലും ഉൾപ്പെടുത്തുവാൻ സാധിക്കാതെ കൊണ്ടാണ് 2 വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇവിടെ നാളികേരം ഉടക്കുന്ന സ്ഥലമാണ്. ഇന്ന് വെള്ളിയാഴ്ച. ഇന്ന് ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ അടുത്ത ചൊവ്വാഴ്ചയാണ് അടുത്ത വീഡിയോ വരിക. ഇവിടെ നാഗരാജാവാണ് വസിക്കുന്നത്. ആ കാഴ്ച കണ്ടു ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് നടക്കുവാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നാഗചിത്രകൂടം പ്രതിഷ്ഠ ചെയ്ത് അവിടെ നാഗരാജാവിനെ ഇരുത്തിയത് കാണാം. ഇവിടുത്തെ നാഗരാജാവിൻ്റെ കാഴ്ച കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് കൂടി ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിലെ ദീപാരാധന കഴിഞ്ഞു. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു തട്ടുവിളക്ക് കാണാം. ആ തട്ടുവിളക്കിൻ്റെ കാഴ്ചയും കണ്ടു ഞാൻ മുന്നോട്ടേക്ക് നടക്കുവാൻ തീരുമാനിച്ചു. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉൾക്കാഴ്ചകൾ കാണാം. ക്ഷേത്രത്തിൻ്റെ വലിയൊരു കവാടം തന്നെ. ആ കവാടത്തിന് മുഴുവനും പിത്തള തകിട് കൊണ്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു കവാടം കാണാം. ആ കവാടം മുഴുവനായിട്ട് പിത്തള തകിട് കൊണ്ട് പണി കഴിച്ചു വെച്ചിരിക്കുന്നത് കാണാം. കൊത്തുപണി. അതീവ മനോഹരമാണ് അത് കാണുവാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമറ കണ്ണുകളിൽ കൂടി വ്യക്തമായി കാണുവാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഇത് മെഷീൻ വർക്കല്ല, കൈവർക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കാണാം. ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിലെ മൂർത്തികൾക്ക് വേണ്ടി നെയ്വിളക്ക് കത്തിക്കാറുണ്ട്. ഇവിടെ ക്ഷേത്ര കൗണ്ടറിൽ പോയി നിങ്ങൾ ഒരു റെസീറ്റ് ഉണ്ടാക്കി അവിടെ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ ഒരു നെയ്വിളക്ക് നിങ്ങൾക്ക് തരുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ നിങ്ങൾക്ക് ഏത് മൂർത്തിക്കാണ് ദീപം കത്തിക്കാനുള്ളത് ആ ദൈവത്തിന് നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി കത്തിക്കാം. ഞാൻ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഇവിടെയാണ് അരിയിൽ കുട്ടികൾക്ക് എഴുതിക്കുന്ന സ്ഥാനം. ശ്രീ വിദ്യാപീഠം.
ധാരാളം കുഞ്ഞുങ്ങൾ ഈ വിദ്യാപീഠത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. വിദ്യ പകരുന്ന ഗുരുനാഥൻ ഇരിക്കുന്ന പീഠമാണ് വിദ്യാപീഠം. അതിൻ്റെ തൊട്ടു മുന്നിലായിട്ടാണ് കുഞ്ഞുങ്ങളെ ഇരുത്തി അവരുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ മടിയിൽ ഇരുത്തിയായിരിക്കും ഹരിശ്രീ കുറിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ദിക്ക് തെക്ക് വശത്തുള്ള ഭാഗമാണ്. നേരെ അമ്മ മൂകാംബിക ഇരിക്കുന്നത് പടിഞ്ഞാറ് വശത്തേക്ക് നോക്കിയിട്ടാണ്. കിഴക്ക് വശത്ത് മഹാദേവനും അമ്മ പാർവതിയുമുണ്ട്. വായുകോണിലാണ് മഹാകാളി ഇരിക്കുന്ന സ്ഥാനം. വിശദമായി വഴിപാട് വിവരങ്ങൾ ഇതാ ഈ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പൂജയാണോ അത് ഇവിടെ ഓരോന്നും വായിച്ചു നോക്കി അതിൻ്റെ പൈസ ഇവിടെ അടച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ റെസിറ്റ് തരും. ആ റെസിറ്റുമായി ക്ഷേത്ര പൂജാരിയെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ പൂജാ വഴിപാട് ആ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പണ്ട് കാലങ്ങളിൽ ഓരോ ഗൃഹത്തിലും പൂജ രീതികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അമ്മമാർ എണീച്ചു കഴിഞ്ഞാൽ അവർ കുളിച്ച് ശുദ്ധമായി വന്ന ശേഷം അവരുടെ അടുപ്പിൽ അവർ ബാലാഗണപതി ഹോമം ചെയ്യാറുണ്ട്. ഇപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു, ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അന്നത്തെ അമ്മമാർ അടുക്കളയിൽ കയറുന്ന മുമ്പിട്ട് ശരീരം കുളിച്ച് ശുദ്ധമാക്കിയതിന് ശേഷം മാത്രമേ അവർ അവിടുത്തെ കിണറിലെ വെള്ളം പോലും തൊടാറുള്ളൂ. അങ്ങനെ ഇന്നും ചിട്ടകൾ പാലിച്ചു പോകുന്ന അനേകം സ്ഥലങ്ങളിൽ അനേകം അമ്മമാരുണ്ട്, അതുപോലെ സഹോദരിമാരും. അതിനാൽ അവർ ഓരോ അമ്മമാരും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വന്ന് അടുപ്പ് എരിയിക്കുന്നതിന് മുമ്പേ ആദ്യം മഹാഗണപതിയെ ഒന്ന് സ്മരിക്കും. ബാലാഗണപതി മന്ത്രം അറിയുവാണെങ്കിൽ ചെറിയൊരു ബാലാഗണപതി ഹോമം ആ അടുപ്പിൽ തന്നെ അമ്മ പ്രയോഗിക്കും. അമ്മ വറകുകൊള്ളി അടുപ്പിലേക്ക് വെച്ച് ബാലാഗണപതി മന്ത്രം ചൊല്ലിയിട്ടാണ് അന്നത്തെ കാലത്തെ അമ്മമാർ പൂജ ചെയ്യാറ് പതിവ്. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ആർക്കും ഒരു ബുദ്ധിമുട്ടാവാതെ വയറ് നിറയെ അവർക്ക് അത് കഴിക്കാൻ സാധിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ അമ്മമാർ ചെയ്യുന്നത്. അതുമാത്രമല്ല അതിൻ്റെ ഉദ്ദേശം, അവരുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സർവ്വവിധ ഐശ്വര്യങ്ങളും വരുവാൻ വേണ്ടിയായിരുന്നു അന്നത്തെ കാലത്തെ അമ്മമാർ ഈ പൂജ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കും ഇന്നും ഈ നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബാലാഗണപതി ഹോമം. നമ്മുടെ പൂർവികന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഇതുപോലുള്ള അനേകം നല്ല നല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇനിയും ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകും. നമുക്ക് ശേഷം വരുന്ന തലമുറകൾ നല്ല രീതികൾ അവർ ജീവിച്ച് അവരുടെ ജീവിതം സന്തോഷകരമാക്കി കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവർക്ക് നല്ല വേദോപദേശങ്ങൾ നൽകണം. നല്ലൊരു ഗുരുവിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് അനുഗ്രഹം വാങ്ങി തീർച്ചയായും നല്ല നല്ല ഉപദേശങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ആ ഗുരുവിൻ്റെ കീഴിലിരുന്ന് പഠിപ്പിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളാണ് ഞാൻ വീണ്ടും തിരികെ കൊണ്ടുവരുവാൻ പറയുന്നത്. അതിന് അർഹതയുള്ള ഉത്തമനായ ഗുരുവിൽ നിന്ന് തന്നെയായിരിക്കണം. സ്വാർത്ഥ ചിന്താഗതിയുള്ള ഒരാളും ധനത്തിന് മോഹിക്കുന്ന ഒരാളടുത്തും ഒരിക്കലും വിദ്യ പകരുവാൻ നിങ്ങൾ പോകരുത്. അങ്ങനെയുള്ളവർ യഥാർത്ഥ ഗുരുവുമല്ല. യഥാർത്ഥ ഗുരു ഒന്നും ആഗ്രഹിക്കില്ല. തൻ്റെ ശിഷ്യൻ പൂർണ്ണമായും നല്ല വിദ്യ അഭ്യസിച്ച്
തന്നേക്കാൾ ഉയരത്തിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉത്തമനായ ഗുരുവിൽ നിന്ന് വേണം എല്ലാവരും വിദ്യ അഭ്യസിക്കാൻ വേണ്ടി. പണത്തിൻ്റെ പിന്നാലെയും ആഡംബരങ്ങളുടെ പിന്നാലെയും പോകുന്ന ഗുരുവിൽ നിന്ന് ഒരു കാരണവശാലും നമ്മൾ മന്ത്രോപദേശം വാങ്ങാൻ പാടില്ല. ആചാര അനുഷ്ഠാനങ്ങളും പഠിക്കാൻ പാടില്ല. കാരണം അദ്ദേഹം പഠിപ്പിക്കുന്ന ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളാണ് കാണിക്കുക. നാളെ വലിയ ഒരു അജ്ഞാനിയാക്കി മാറ്റുവാൻ അത് വഴിയൊരുക്കുന്നതാണ്. ഇവിടെയാണ് മഹാകാളിയമ്മ ഇരിക്കുന്ന സ്ഥാനം. ഇവിടെ നിന്ന് ഞാൻ കുറേ സമയം ഭഗവതിയെ ഒന്ന് വീക്ഷിച്ചു. മഹാദേവിയുടെ അടുത്തേക്ക് ഒന്ന് പോകുക എന്ന് തീരുമാനിച്ചു. ഇതാ ഇവിടെ കാളി ശ്ലോകം എഴുതി വച്ചിരിക്കുന്നത് കാണാം. വടക്കേ ഭഗവതിയാണ് ഇവിടെ ഇരിക്കുന്നത്. വിശദമായിട്ട് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കുവാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ അവിടുത്തെ ഭഗവതിയെ തൊഴുത് മുന്നോട്ട് നടക്കുവാൻ തീരുമാനിച്ചു. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിജയ് നമ എന്ന് ഞാൻ അമ്മയെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ക്ഷേത്രത്തിൻ്റെ വടക്ക് വശമാണ്. ഇവിടെയാണ് ക്ഷേത്ര പൂജാരിമാർ ഇരുന്ന് പ്രസാദം നൽകുന്ന സ്ഥാനം. നമ്മുടെ കയ്യിൽ തരുന്ന പ്രസാദം എന്താണെന്ന് അറിയാമോ? ഭഗവാന് ചാർത്തിയ കളഭമാണ് നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിലോ പോയിക്കഴിഞ്ഞാൽ നമുക്ക് തരുന്നത്. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത കളഭമാണ് നമുക്ക് ചന്ദനമായി തരുന്നത്. ഭഗവാനെ അർച്ചിച്ചിട്ടുള്ള പുഷ്പങ്ങളാണ് നമുക്ക് പുഷ്പമായി തരുന്നത്. കലശവെള്ളം എന്ന് പറയും. ആ ജലം ഭഗവാനെ കുളിപ്പിച്ച ഭഗവാന്റെ ശരീരത്തിൽ തട്ടിയ ജലമാണ് നമുക്ക് കലശവെള്ളമായി തരുന്നത്. എന്തിനാണ് നമ്മുടെ ചവിട്ടിൽ 2 പുഷ്പങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ഉടനെ നാം വെക്കുന്നത് എന്നറിയുമോ? എന്തിനാണ് കളഭം നമ്മുടെ 2 പിരിയത്തിൻ്റെയും ഇടയിൽ തൊടുന്നത് എന്ന് അറിയുമോ? എന്തിനാണ് കലശവെള്ളം വാങ്ങി നമ്മുടെ ശരീരത്തിൽ കുടഞ്ഞ് ചിലപ്പോൾ കുടിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? മിക്ക പേർക്കും ഞാൻ കണ്ടിടത്തോളം അറിയില്ല. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ സ്റ്റോർ റൂം. ഇവിടെയാണ് ഉമാമഹേശ്വരൻ വസിക്കുന്ന സ്ഥാനം. സാക്ഷാൽ ശിവപാർവതിമാർ. ഇവിടെയാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശം. കിഴക്ക് വശത്തെ കവാടത്തിലെ കൂടി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. പക്ഷേ എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ കൂടി തന്നെ നാം കയറുവാൻ ശ്രദ്ധിക്കണം. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വീണ്ടും ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുവാൻ തുടങ്ങി. ശ്രീകൃഷ്ണ പരുന്ത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നടപ്പന്തലുള്ളത് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തു നിന്ന് പടിഞ്ഞാറ് വശത്തേക്ക് നോക്കുന്ന ഭാഗമാണ്. ഞാൻ പടിഞ്ഞാറ് വശത്തേക്ക് മെല്ലെ മെല്ലെ നടക്കുവാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിൻ്റെ ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കൂടി ഞാൻ നടക്കുവാൻ തീരുമാനിച്ചു.
ഞാൻ ഇപ്പോൾ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശമാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ വഴിപാട് കൗണ്ടറിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസത്തെ പറ്റി ഇവിടെ കുറിച്ചു വച്ചിരിക്കുന്നത് കാണാം. പുതിയ വഴിപാട് കൗണ്ടർ. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിസ്ഥാനം വഹിക്കുന്ന എളയടത്ത് കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിയോട് നമുക്ക് ക്ഷേത്രവിശേഷ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എന്താ പേര്? കാട്ടുമാടം ഈശാനൻ നമ്പൂതിരി. ഈശാനൻ. കാട്ടുമാടം ഈശാനൻ നമ്പൂതിരി അല്ലേ? പിന്നെ എവിടെയാ വീട്? പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിന് സമീപം. ഈ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് നമ്മൾ വരേണ്ട വഴി ഏതാണ്? എങ്ങനെയാ വരിക? കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പ് റൂട്ടിൽ വന്നിട്ട് 4 കിലോമീറ്റർ, കണ്ണൂരിൽ നിന്ന് 4 കിലോമീറ്റർ വന്ന് അവിടെ ഒരു വിമൻസ് കോളേജ് ഉണ്ട്. അതിൻ്റെ അവിടെ ഇറങ്ങി അവിടുന്ന് ഒരു 100 മീറ്റർ 100 മീറ്റർ അത്രയും ഉണ്ടാവും അല്ലേ? അത് നേരെ അവിടെയാണ് ഉള്ളത്. ഇനി നമ്മൾ ഈ കാട്ടുമാട ഇല്ലത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതേ വഴി തന്നെയാണ്. ഇതേ വഴിയാണ് അല്ലേ? പിന്നെ ഞാൻ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അമ്മേനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വായിൽ നിന്ന് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണവന്മാര് പറഞ്ഞു തന്നിട്ടുള്ള ഇത് മാത്രമായിട്ടുള്ളൂ. പള്ളിക്കുന്ന് മൂകാംബിക ദേവി കാട്ടുമാടം ഇല്ലത്തിന്റെ പരദേവതയാണ്. മുൻകാലങ്ങളിൽ പള്ളിക്കുന്നത്ത് ഭഗവതി എന്നാണ് പറയാ. അതിനുശേഷമാണ് ഈ മൂകാംബിക എന്നുള്ളൊരു നാമകരണം ചെയ്യപ്പെട്ടത്. പരിസര ജനങ്ങൾക്ക് അറിയാനുള്ളൊരു ഇതിനു വേണ്ടിയിട്ട്. അതിനൊരു കഥയുണ്ട്. പണ്ട് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ മൂകാംബികയെ കേരളത്തിലേക്ക് വരാൻ വേണ്ടി തപസ് ചെയ്ത് കൂടെ കൂട്ടുകയും തിരിഞ്ഞു നോക്കരുത് പറഞ്ഞ് അവസാനം കൊല്ലൂരെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കിയ അമ്മ അവിടെ ഇരിക്കുകയും ചെയ്തപ്പോൾ ഒരു പ്രാർത്ഥന അദ്ദേഹം ദേവിയോട് പറഞ്ഞു, ഒരു ആഗ്രഹം. ചോറ്റാനിക്കര വന്ന ദിവസവും ഒരു നേരമെങ്കിലും ഭക്തജനങ്ങൾക്കായിട്ട് വിദ്യ പകർന്നു കൊടുക്കാൻ വേണ്ടി അമ്മ ഉണ്ടാവണം എന്ന് പറയുകയും അത് സമ്മതിച്ച് ദേവി എല്ലാ ദിവസവും രാവിലെ ചോറ്റാനിക്കര ഉണ്ടാവുകയും തിരിച്ചു വരുന്ന സമയത്ത് ഒരു വിശ്രമ സങ്കേതം എന്നുള്ള നിലയിൽ ഇവിടെ ഈ സ്ഥലത്ത് ഇതേപ്പോൾ അമ്മയ്ക്ക് തോന്നി കുറച്ചു നേരം വിശ്രമിച്ച് പോകണം. അങ്ങനെ ആണ് ഇവിടെ അമ്മയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവുന്നത്, മൂകാംബികയുടെ സാന്നിധ്യം. അപ്പോൾ ഇവിടെ അമ്മ 3 രൂപത്തിലിരിക്കുന്നുണ്ടോ? അമ്മ 3 രൂപത്തിലാണ്. രാവിലെ സരസ്വതിയായിട്ട്, ഉച്ചപൂജയ്ക്ക് ലക്ഷ്മിയായിട്ട്, അത്താഴ പൂജയ്ക്ക് ദുർഗയായിട്ട്. ഇങ്ങനെയാണ് 3 വിധാനത്തിലുള്ള പൂജകളില്ല എങ്കിലും സങ്കല്പം അങ്ങനെയാണ്. അത് പൂർവികമായിട്ട് കാട്ടുമാടത്തിൻ്റെ പരദേവതയാണ്. മഹിഷാസുരമർദ്ദിനി രൂപത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ, മഹിഷനെ കൊന്ന് ശാന്തരൂപിണിയായിട്ട് ഇരിക്കുന്ന ദേവതയാണ്. അതെ, പൂർവികം കാട്ടുമാടം ഇവിടെ പള്ളിക്കുന്നിൽ വന്ന് താമസിക്കേണ്ട ഒരു ആവശ്യം വന്നു. ചെറുക്കൻ രാജാവിൻ്റെ ഒരു ഉപദേശപ്രകാരം അദ്ദേഹത്തിനൊരു ആവശ്യം വന്ന് പല ആളെക്കൊണ്ടും കാര്യങ്ങൾ ചെയ്തിട്ടും നേരെയായില്ല. അവസാനം മഹിഷാസുരമർദ്ദിനി ഉപാസിക്കുന്ന ഒരാളെ കൊണ്ട് ഇത് നേരെയാക്കാൻ പറ്റുമെന്ന് ജ്യോതിഷ വിധിപ്രകാരമായിരിക്കാം അങ്ങനെ ഒരു ഉപദേശം കിട്ടിയിട്ട് അന്ന് ഞങ്ങൾ മലപ്പട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യത്തെ എല്ലാം മലപ്പട്ടം എന്ന് പറഞ്ഞ, അത് ശ്രീകണ്ഠാപുരത്തിനടുത്ത് മലപ്പട്ടം എന്ന് പറഞ്ഞു. ഇപ്പോഴും ആ ക്ഷേത്രം ഇന്നും അവിടെ ഉണ്ട്. ഇല്ല അതൊക്കെ അന്ന് തന്നെ അത് വേറെ ആർക്കൊക്കെ കൊടുത്ത് പോരാണ് ചെയ്തിരുന്നത്. അതെ, ഇങ്ങോട്ട് വന്നു പള്ളിക്കുന്നിൽ സ്ഥലം ആ കാര്യം നേരെയാക്കി കൊടുത്തതിൻ്റെ പ്രതിഫലമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷം കൊണ്ടും ഈ പള്ളിക്കുന്നിൽ ഒരു സ്ഥലവും ഈ ക്ഷേത്രവും ഒക്കെ ആ കാട്ടുമാടത്തിൽ അന്നത്തെ അദ്ദേഹത്തിന് വെച്ച് നമസ്കാരം ചെയ്തിട്ട് ആണ് ഇവിടെ താമസം തുടങ്ങിയത്. ഇവിടെ താമസിച്ചതിന് ശേഷമാണ് ഞങ്ങൾ 2 കുടുംബമായിട്ട് മാറി, 2 പരമ്പരയായിട്ട് മാറി. മൂത്തയിടത്തും ഇളയിടത്തും. അപ്പോൾ 2 ഞങ്ങൾ ഇളയിടത്താണ്. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? അദ്ദേഹം കാട്ടുമാടൻ നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാഹിത്യകാരുണ്ടായിരുന്നു. അദ്ദേഹം ആ കുടുംബത്തിലെ അവസാനത്തെ ഒരു കണ്ണിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഉണ്ടായിരുന്നത്.
ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ്, ഇപ്പോൾ ചെറിയ കുട്ടിയാണ്, അത് കാര്യങ്ങൾ പഠിച്ചു വരുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ഇല്ല എവിടെ? അവര് വന്നേരി എന്ന് പറയും, പുനയൂർക്കുളം. കുന്നംകുളത്തുനിന്ന് ഒരു 8 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ജില്ല അവിടെ. ഞങ്ങള് വളാഞ്ചേരിയാണ്, വലിയ കുന്ന് എന്ന് പറയുന്നത്. ഇപ്പൊ തറവാട് അവിടെയാണ്. അവിടെ അച്ഛന്റെ ജ്യേഷ്ഠന്മാരുടെ മക്കളും ഒക്കെ കുറെ ആൾക്കാർ അവിടെ സ്ഥിരം പൂജകളും കാര്യങ്ങളൊക്കെ സമ്പ്രദായ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അവിടെ. കോട്ടക്കൽ വളാഞ്ചേരിയാണോ? അതെ, കോട്ടക്കൽ വളാഞ്ചേരി. അല്ല, കോട്ടപ്പുറം ഉണ്ടല്ലോ. കോട്ടക്കലുണ്ട്, കോട്ടപ്പുറമുണ്ട്. വളാഞ്ചേരിന്ന് പാലക്കാട് റൂട്ടിൽ 4 കിലോമീറ്റർ പോയാലാണ് ഈ വലിയ കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. അച്ഛൻ തിരുമേനിയുടെ നാമം എന്താ? ദാമോദരൻ നമ്പൂതിരി. അദ്ദേഹമായിരുന്നു നമ്മളെ കളരിവാതിക്കൽ അമ്മ. ഈ ഭാഗങ്ങളിലൊക്കെ കുറെ ഭാഗങ്ങളിൽ അദ്ദേഹമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹം തന്നെയാണോ നമ്മളെ പിന്നെ മാടായിക്കവമ്മിയും പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളതല്ല, അത് എത്രയോ കാലം മുമ്പേ കഴിഞ്ഞിട്ടുള്ളതാണ്. എന്റെ കാര്യങ്ങളൊക്കെ വാർഷികമായിട്ട് ചെയ്തു വരുന്നതൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് സ്വീകരിക്കേണ്ടി വന്നത്. ഇപ്പൊ ചെറുക്കൽ കോവിലത്തിന്റെ കീഴിൽ തന്നെ 38 ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ. അതില് താങ്കൾ ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു 25ഓളം ക്ഷേത്രങ്ങള് കാട്ടുമാടത്തിന്റെ താന്ത്രികത്തിലുണ്ട്. അതാ ഞാൻ ചോദിച്ചു. അതെ, പ്രധാനം കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം, ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം, കളരിവാതുക്കൽ, മാടായിക്കാവ് ഇത്യാദി കുറെ ക്ഷേത്രങ്ങള്. പിന്നെ ഇവിടുത്തെ അമ്മ. അതെ, മൂകാംബിക. പിന്നെ അത് മതിലകത്ത് കൃഷ്ണനോ? മതിലകത്ത് കൃഷ്ണനും ഇവിടുത്തെ കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം. ധന്വന്തരിയോ? അപ്പുറമുള്ള ധന്വന്തരി ഇല്ല, അല്ല, അത് കരുമാരത്തെ ഇല്ലത്തെ അവരായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങ് എന്താ പറയാ, കരുവള്ളൂര് വരെ ഉണ്ടെന്നല്ലേ പറയപ്പെടുന്നത് അല്ലേ? കരുവള്ളൂർ നീലേശ്വരത്താണ് ഞങ്ങളുടെ ഒരു അതിർത്തി. നീലേശ്വരത്ത് ഒരു പള്ളിക്കര ഭഗവതി ക്ഷേത്രമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വിഷ്ണുമൂർത്തി ക്ഷേത്രമുണ്ട്. ഇത് രണ്ടുമാണ് വടക്കോട്ട് ഉള്ളതായിട്ടുള്ളത്. പിന്നെ തെക്കോട്ട് ഉള്ളത് തിരുവനന്തപുരം വരെയുണ്ട്. മാടായിക്കാവിന്റെ ഒരു ബ്രാഞ്ച് അവിടെ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതെ, ചെറുക്കൽ കോവിലത്തുനിന്ന് ദത്ത് കൊടുത്തിട്ട് മഹാരാജാവിന്റെ സാക്ഷാത്പത്തെ മഹാരാജാവിന്റെ അവിടേക്ക് ചെറുക്കൽ കോവത്തുനിന്ന് ഒരു തമ്പുരാട്ടിയെ ദത്ത് കൊടുത്തിരുന്നു. അപ്പൊ അവർക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ഇത് നിത്യം തൊഴേണ്ട ഒരു ഇത് പ്രാർത്ഥന വന്നപ്പോൾ അദ്ദേഹം അവിടെ ആ സ്ഥലം അത് ഇതുപോലെ മാതൃകയിൽ പണി കഴിപ്പിച്ച് അന്ന് ഈ ഇവിടെയുള്ള കാട്ടുമാടത്തിനും അതുപോലെ ശാന്തിക്കാരിയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴും ഞങ്ങൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഇവിടെ എത്ര പറയുന്നു? ഇവിടുത്തെ ക്ഷേത്രത്തിന് മൂകാംബികയുടെ എത്ര കാലപ്പഴക്കമുണ്ട്? എത്ര വർഷത്തെ കാലപ്പഴക്കം? ഏകദേശം ഒരു 2000 വർഷത്തോളം പഴക്കം ഉണ്ടാവും അല്ലെ? അതിൽ മേലെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങോട്ട് അച്ഛൻ തിരുമേനി വരുന്ന മുമ്പിട്ട് കഴിയുണ്ടോ അല്ലെങ്കിൽ അതിനുശേഷം? മുമ്പേ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾ ഏകദേശം പോയത് എന്ന് പറയാൻ ജയിൽ അക്വയർ ചെയ്ത സമയത്താണ് ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പൊ അതുവരയ്ക്കും ഇവിടെ തന്നെയായിരുന്നു താമസം ഉണ്ടായിരുന്നത്. നിത്യവും രണ്ടുപേരും ഇളയടത്ത് കാട്ടുമാടം ആണ് ഉഷപൂജ ചെയ്യാറ്, മൂത്തേടത്ത് കാട്ടുമാടാണ് ഉച്ചപൂജ ചെയ്യാറ്. വൈകുന്നേരത്തെ മാത്രമേ മേശാന്തി പൂജ ചെയ്യാറ് പതിവുള്ളൂ. ഈ കാട്ടുമാടം എന്ന് പറഞ്ഞ ഇല്ല നാമല്ല? ഇല്ല, അതെ. പിന്നെ അങ്ങനെ ആ നാമം വന്നത് കാട്ടുമാടം എന്നുള്ളത് അപ്പൊ എങ്ങനെയാണോ വന്നത് ചോദിച്ചാൽ പരമ്പരയായിട്ട് വന്നതാണ്. പരശുരാമൻ കൊണ്ടുവന്നതാണ്. പരശുരാമന്റെ ഒരു അനുഗ്രഹം അദ്ദേഹം ഈ താന്ത്രിക വിഷയത്തിലേക്ക് തരണനെല്ലൂരിനെയും താഴ്മൺ കോറ്റിയൊക്കെ കൊണ്ടുവന്നു. നിങ്ങൾ പിന്നെ ഇത് കർണാടക ബ്രാഹ്മൺസ് ആണോ അല്ലെങ്കിൽ തുളു ബ്രാഹ്മൺസ്? ഞങ്ങൾ സ്വതേ ആന്ധ്രയിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പരമ്പരയായിട്ട്. ഇപ്പോ കേരള ബ്രാഹ്മൺസിന്റെ ചിട്ടകളായിട്ട് അതെ അങ്ങനെയാണ് ചെയ്തു വരുന്നത്. പക്ഷെ അവിടുത്തെ ഇവിടുത്തെയും പിന്നെ നമ്മളെ പൂജാരീതികളും ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ കുറച്ചും കൂടി ഇവിടെ ശുദ്ധ ബ്രാഹ്മണം. അതെ, വൈദികമായിട്ടുള്ള പൂജകളും കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. ഇവിടുത്തെ അമ്മേന്റെ വേറെ എന്താ പ്രത്യേകതകൾ എന്നൊക്കെ പറയാനുള്ളത്? വേറെ പ്രത്യേകത എന്നുള്ളത് നിത്യം വിദ്യാരംഭമുള്ളൊരു സ്ഥലം. അത് ഈ അമ്മ വന്നു പോകുന്ന ഒരു കാര്യം കൊണ്ടാവാം. അങ്ങനെ അതെ
ഇവിടെ ഏറ്റവും പ്രാധാന്യം സരസ്വതിക്കാണ്. സരസ്വതിക്കാണ് പ്രാധാന്യം. ലക്ഷ്മി ഉണ്ടോ? ലക്ഷ്മിയുണ്ട്. സരസ്വതി, ലക്ഷ്മി, ദുർഗ ഇങ്ങനെ 3 സമയത്തുള്ള പൂജകളാണ് ചെയ്തു വരുന്നത്. പിന്നെ എത്ര മണിക്കാണ് ഇവിടെ നട തുറക്കുന്നത്? രാവിലെ 4 മണിക്ക് നട തുറന്ന് ഇപ്പോഴത്തെ ഇവിടുത്തെ തന്ത്രി അങ്ങാണല്ലോ. അത് ഞങ്ങളാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതെ. ഇവിടുത്തെ മേൽശാന്തി ഇപ്പാര്? മേൽശാന്തി 2 ഇല്ലക്കാരുണ്ട്. ഒന്ന് മുക്കുഴി ഇല്ലം, ഇപ്പോ ചെയ്യുന്നത് മുക്കുഴി ഇല്ലത്തെ ആണ്. പിന്നെ ഒരു മരങ്ങാട് എന്ന് പറഞ്ഞിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ഒരു കീഴിലുള്ള ഒരാളാണ്. ദേവസ്വത്തിന്റെ കീഴിൽ. അതെ, മലബാർ ദേവസ്വം ബോർഡിലേക്ക് വിട്ടുകൊടുത്തതാണ് ഇല്ലത്തുനിന്ന്. മലബാർ ദേവസ്വം ബോർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല ശുദ്ധമായ പ്രവർത്തനം അല്ലേ? നല്ല പ്രവർത്തനം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം ഒരു ക്ഷേത്രത്തിന് വേണ്ടി അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി ചെയ്യുന്നുണ്ട്. അതെ, നല്ല പ്രവർത്തനങ്ങൾ. ഞാൻ പോയ ക്ഷേത്രങ്ങളിൽ മലബാർ ദേവസ്വം ആണ് ചെയ്തിട്ടാണ് തോന്നി അതിശയപ്പെട്ടു. കാരണം അത്രയും പഴയതെന്നൊക്കെ വ്യത്യാസം. അവർ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടെല്ലാം ചെയ്യുന്നത് മലബാർ ദേവസ്വത്തിന്റെ അല്ലേ? അപ്പം ഇവിടെ രാവിലെ എത്ര മണിക്കാന്ന് പറഞ്ഞാൽ? രാവിലെ 4 മണിക്ക് നട തുറക്കും. രാവിലെ ഉഷസ് പുലരുമ്പോഴേക്കും പൂജ കഴിയും. അതെ. പിന്നെ അലങ്കാര പൂജ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂകാംബിയിലൊക്കെ ഉള്ള പോലെ ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരുപാടായിട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 7 മണിക്ക് അലങ്കാര പൂജ. അത് കഴിഞ്ഞാൽ വിദ്യാരംഭം തുടങ്ങി. 8 മണിയോട് കൂടിയിട്ട് വിദ്യാരംഭം തുടങ്ങും. ഒരു 9:30 മണി വരയ്ക്കും ആൾക്കാർ വരുന്നതിനനുസരിച്ച് 9:30 വരയ്ക്ക് ചെയ്യാറ്. പിന്നെ പൂജയുടെ സമയമാവുകൊണ്ട് ജമേശാന്തിക്ക് അത് കഴിഞ്ഞ് കുളിച്ചു വന്ന് ആദ്യം ഒക്കെ ഒരുങ്ങിയിട്ട് വേണം. അപ്പൊ ചെയ്യാനുള്ള അത് സൗകര്യം നോക്കിയിട്ട് 10 മണി വരയ്ക്കും ഏകദേശം ചിലപ്പോൾ ഉണ്ടാവും. ആൾക്കാർ അധികം ഉണ്ടെങ്കിൽ കുറച്ച് നീളുണ്ടാവും. വൈകിട്ട് 4 മണിക്ക് ഉച്ചപൂജയുണ്ട്. 10 മണിക്ക് ഉച്ചപൂജ, 11 മണിക്ക് നട അടയ്ക്കും. പിന്നെ വൈകുന്നേരം 4 മണിക്ക് ശേഷം. അതെ. പിന്നെ 8 മണിക്ക് ദീപാരാധന. സന്ധ്യ മാറുന്നതനുസരിച്ച് ആ സമയമായ ദീപാരാധന ചെയ്യും. ഇവിടെ പിന്നെ അനേകം വലിയ ഇപ്പൊ നിലയിലെത്തിയിട്ടുള്ളവര് വലിയ ഇവിടുന്ന് വിദ്യാരംഭം കഴിഞ്ഞവരാന്ന് പറഞ്ഞു. അതെ അല്ലേ? ഇവിടെ ചെറുശ്ശേരിക്ക് വാഗ്മിത്വം കിട്ടിയത് ഈ ദേവി. ഇവിടെ മേശാന്തി ആയിരുന്നു അദ്ദേഹം അല്ലേ? ചെറുശ്ശേരി. അതേപോലെ ശങ്കരകവി. ഒരു അദ്ദേഹം ഇവിടെ മാല കെട്ടിയിരുന്നു. അതെ. അപ്പൊ അവർക്കൊക്കെ വാഗ്മിത്വം കിട്ടിയത് ഈ ദേവി ഉപാസിച്ചതിന്റെ ശേഷമാണ്. അതെ. അങ്ങ് വരുമ്പോ ഇവിടെ നമ്മുടെ കുട്ടിക്കാലം മുതലേ ഇവിടെ അതെ, ഇവിടെ തന്നെ ഇതുപോലെ തന്നെ. അതെ. പിന്നെയാണ് എല്ലാം ഉണ്ടായിരുന്നു. അതെ ഒക്കെ പണി കഴിച്ചിട്ട് മുഴുവൻ. അപ്പൊ അച്ഛൻ തിരുമേനി വരുന്ന സമയത്തും ഇത് ഇങ്ങനെ ഉണ്ടാവുമോ? ഇങ്ങനെയാണ്. അതെ. പിന്നെ ഞങ്ങളുടെ നേരിട്ടുള്ള ഭരണമായിരുന്നു. നമ്മുടെ ഊരാൺമത്വം ഉണ്ട്, താന്ത്രികത്വം ഉണ്ട്, പരദേവതയാണ്. ഞങ്ങൾക്ക് ഇല്ലത്തെ കുട്ടി ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ് ആദ്യം ഈ ഭഗവതിയെ പൂജിച്ചതിന് ശേഷമേ പുറമെ എവിടേക്കും പോയിട്ട് ഒരു വിളക്കിലേക്ക് പൂടാൻ പോലും അധികാരമുള്ളൂ. അത് ഇന്നും അങ്ങനെ ആ ചടങ്ങ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഉത്സവം ഏത് മാസം വരുന്നത്? ഉത്സവം മീനമാസത്തിലെ പൂരം ആറാട്ടായും കൊണ്ടാണ്. അതെ, 7 ദിവസത്തെ ഉത്സവം. പിന്നെ നവരാത്രി വിളക്ക്, നവരാത്രി ദിവസം 9 ദിവസവും കൃത്യമായിട്ട് ഭക്തജനങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് വളരെ വിപുലമായിട്ട് എല്ലാ പരിപാടികളും. അനേക കുട്ടികൾ ഇവിടുന്ന് നൃത്തം ചെയ്തിട്ട് അതുപോലെ കല്യാണം കഴിച്ച പെൺകുട്ടികൾക്കും ധാരാളം ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നു. മംഗല്യം ഉണ്ടോ ഇവിടെ? മംഗല്യം അവിടെ വെച്ച് ഇപ്പോ ചെയ്യാറ് കണ്ടിട്ടില്ല, എങ്കിലും ദുർലഭം ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ അരിയിലരിക്കലാണ് ഇവിടെ വിദ്യാരംഭമാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന അരിയിലെത്തിയിട്ട് ഉന്നതയിലേക്ക് എത്തിയിരിക്കുന്ന ആരൊക്കെ വലിയ സ്ഥാനത്തിരിക്കുന്നവര് അറിയുമോ? ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ നോക്കണുള്ള ഒരു ഇന്ന് നമ്മൾ നിലവിലുള്ളവരൊക്കെ ഉണ്ടോന്നുള്ള അങ്ങനെ ഒരു പറയാൻ വയ്യ. പക്ഷെ ഒരുവിധം ആൾക്കാർക്കൊക്കെ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മൂകാംബികയെന്ന് ഇവിടെ ആരെങ്കിലും വരുത്തുണ്ടോ? ഇല്ല, ആരും ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് പോകാറുണ്ട്, പോയി തൊഴാറുണ്ട്. ഇവിടെ മൂകാംബികയുള്ള പോലെ പിന്നെ സ്വർണ്ണത്തേരും അങ്ങനെ എല്ലാ സമ്പ്രദായങ്ങളൊന്നുമില്ല. അല്ല, അതൊക്കെ കർണാടക സമ്പ്രദായത്തിലുള്ളതുകൊണ്ട് ഇല്ല. പിന്നെ അതുപോലെ ഇവിടെ ആന എഴുന്നേൽത്തുണ്ട്. ഒരാന തിടമ്പ് വെച്ചിട്ട്.
അത് ഈ ഉത്സവ സമയത്ത് മാത്രമേ ഉണ്ടാവും? ഉത്സവ സമയത്ത് മാത്രം. അപ്പോൾ പ്രതിഷ്ഠാ ദിനം എപ്പോൾ വരുന്നത്? പ്രതിഷ്ഠാ ദിനം എന്നുള്ള നിലയിൽ അതിപ്പോ ആർക്കും അറിയില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഏതോ ഒരു കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അത് സ്വർണ്ണപക്ഷം അല്ല അങ്ങനെ ആ സമയത്ത് ഒന്നും അതിനെ പറ്റി ഒന്നും പ്രതിപാദിച്ചിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ചു, അതിന്റെ വല്ല എഴുതി വെച്ചിട്ടുള്ള വല്ല കടലാസുകളും ഒന്നും കിട്ടിയിട്ടില്ല. നല്ലൊരു ദൈവത്തിനെ കൊണ്ട് നമുക്ക് അതെ നോക്കാം, അത് അവകാശം ചെയ്യാം എന്നുള്ളതുണ്ട്. പിന്നെ ഇവിടെ അന്നദാനശാല ഉണ്ടോ? അന്നദാനം ഈ ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ, അല്ല നിത്യം ഇല്ല. പക്ഷേ ഇവിടെ ഓഡിറ്റോറിയം ഉണ്ടോ? ഓഡിറ്റോറിയം അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാല് അതിന് പറ്റിയ അന്നദാനത്തിന് തയ്യാറായിട്ട് മുന്നിൽ വന്നാൽ ചെയ്യാൻ സാധിക്കും, അതിന് വിരോധം ഉണ്ടാവില്ല. അതെ അതെ അതെ, നല്ല വിഭവ സദ്യയോട് അതെ അതെ അതെ. അതിന് ഒട്ടും നമ്മൾ പിന്നാക്കം നിൽക്കാറില്ല. അല്ലാതെ അതെ, നിങ്ങളെ ഇല്ലാതെ ചെയ്തിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും അതീവ പുരോഗതി തന്നെയുള്ളത്. കാട്ടുമടം ഇല്ലക്കാർ ചെയ്തിരിക്കുന്ന അവരാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഞാനിപ്പോ ഒരുപാട് ക്ഷേത്രങ്ങൾ കയറിക്കുന്നു, അവിടെ ഒക്കെ അങ്ങേ പോയിട്ട് ഞങ്ങളെ ഇല്ലത്തെ പറ്റി പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം. അതെ, സന്തോഷം. പിന്നെ മറ്റുള്ളവരെന്ത് പറയുന്നു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ഉപദേശം ഉണ്ടായിരുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ജനങ്ങളും പറയുന്നുണ്ട്, നമുക്കൊന്നൊരു വിഷം വന്നാൽ ഇല്ലത്ത് പോയിട്ട് നമ്പൂരിയെ കണ്ടു കഴിഞ്ഞാൽ ആ വിഷമത്തിന് പരിഹാരം അദ്ദേഹത്തെ എന്ത് കഷ്ടവിഷം വന്നു കഴിഞ്ഞാലും ഒരു പൈസ വേണ്ടിയിട്ടല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇന്ന് വരെ ഒരു അനുഗ്രഹത്താൽ ആ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹം അദ്ദേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാവരും ഒരുപാട് പേര് പറഞ്ഞിട്ട് മാറാത്ത അസുഖങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വിദ്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൗഢ്യത ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്ത് സംഗതി ആയാലും അവിടെ പോയിട്ട് ഒരു ചരടോ അല്ലെങ്കിൽ ഒരു ജപോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ല അദ്ദേഹത്തിന്റെ നമ്മൾ ഈ സങ്കടം പോയി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ തിരുമേനിയുള്ള കാലം മുതൽ ഇപ്പൊ മോൻ തിരുമേനിയുള്ള സമയം വരെ നമുക്കത് വളരെ വിജയിപ്പിക്കാൻ സാധിച്ചു. അനുഗ്രഹം അവിടെ പ്രാർത്ഥിച്ച് ചെയ്യാന്നുള്ള ഉത്തരവാദിത്വം. അതെ അതെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അങ്ങനെ നിന്ന് അറിഞ്ഞ സന്തോഷം. അമ്മേനെ പറ്റി വേറെ ഐതിഹ്യങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ ഐതിഹ്യം എന്ന് പറയത്തക്ക ഉണ്ടാവാം. പൂർണ്ണമായിട്ടും ആയോ എന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ. അതെ അതെ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാല് നവരാത്രി നാളിലാണല്ലോ ഇവിടുത്തെ. അപ്പൊ അരിയിലെതിക്കല് അവസാനത്തെ സമയത്ത് ദശമി അല്ലേ? മറ്റുള്ള ചടങ്ങുകളെല്ലാം ആരെങ്കിലും പ്രധാനപ്പെട്ടൊന്നും ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ ഇവിടുത്തെ പൂജക്ക് എങ്ങനെയാണ് ആൾക്കാർ ബന്ധപ്പെടേണ്ടത്? ഇവിടെ ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ഷേത്രത്തിൽ ഓഫീസുമായിട്ട് ഓഫീസായിട്ട് ബന്ധപ്പെട്ടാൽ അതൊക്കെ നമ്പറും വെബ്സൈറ്റും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പേര് ഒരിക്കൽ കൂടി പറയാം. എന്താ പേര്? ഈശാനൻ നമ്പൂതിരിപ്പാട്, കാട്ടുമാവ്. ഒന്നാമത്തെ വീഡിയോവിൻ്റെ ഇവിടുത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ഈ വരുന്ന വെള്ളിയാഴ്ച നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ. മൂകാംബിക ക്ഷേത്രത്തിലെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. எல்லாம் சிவன் என்ன நின்றாய் போற்றி, எரிசுடராய் நின்ற இறைவா போற்றி, கொல்லார் மழுவாட்படையா